2014 മാർച്ച് 27-ന് ഇന്ത്യ ടുഡേയുമായി നടത്തിയ ദീർഘസംഭാഷണത്തിലാണ് രാഷ്ട്രീയ രംഗത്ത് വിവാദമായേക്കാവുന്ന വെളിപ്പെടുത്തലുള്ളത്. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ സിപിഎം നേതാക്കൾ തന്നെ സമീപിച്ചെന്നാണ് അഭിമുഖത്തിൽ സരിത പറയുന്നത്. സോളാർ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കിത്തരാമെന്നും 10 കോടി രൂപയും വീടും നൽകാമെന്ന് നേതാക്കൾ വാഗ്ദാനം ചെയ്തതായും അഭിമുഖത്തിൽ സരിത പറയുന്നു. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും UDF നേതൃത്വത്തിലെയും വെട്ടിലാക്കി നിരവധി പ്രസ്താവനകളും ഇടപെടലുകളും നടത്തിയ ചീഫ് വിപ്പ് PC ജോർജിനെതിരെയുള്ള ആരോപണങ്ങളാണ് അടുത്തത്. PC ജോർജ് രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെ ഉപയോഗിച്ചെന്ന് സരിത പറയുന്നു. KB ഗണേഷ് കുമാറുമായുള്ള രാഷ്ട്രീയ വിഷയത്തിൽ തന്നെ കരുവാക്കുകയായിരുന്നു. തനിക്ക് ചില കാര്യങ്ങൾ പകരം ചെയ്തു തരാമെന്ന് PC ജോർജ് പറഞ്ഞു. എന്നാൽ ഇതിന് വഴങ്ങാതിരുന്ന തന്നെ ജയിലിൽ കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സരിത പറയുന്നു. PC ജോർജ് അട്ടക്കുളങ്ങരയിലെ ജയിലിലെത്തി തന്നെ കാണാൻ ശ്രമിച്ചുവെന്നും സരിത പറയുന്നുണ്ട്. അതേസമയം സരിതയുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള PC ജോർജിന്റെ പ്രസ്താവനയും അഭിമുഖത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. സരിത അഭിമുഖത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇവയാണ്. മുഖ്യമന്ത്രിയുടെ സഹായി കുരുവിളയ്ക്ക് സോളാർ ബിസിനസ്സുമായി ബന്ധമുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലതവണ തന്നെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ താനിത് നിഷേധിച്ചു. അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് മാപ്പ് പറയിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സരിത പറയുന്നു. KC വേണുഗോപാലുമായോ ഗണേഷ് കുമാറുമായോ തനിക്ക് വഴിവിട്ട ബന്ധമില്ല. മറ്റാരും സഹായിക്കാനില്ലാത്തപ്പോൾ ബാലകൃഷ്ണപിള്ളയാണ് സഹായിച്ചത്. സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചല്ല, മറിച്ച് മാനുഷിക പരിഗണന കൊണ്ടാണ് അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ തനിക്കൊപ്പം നിൽക്കുന്നതെന്നും സരിത പറയുന്നുണ്ട്. ജയിൽ മോചിതയായതിനു ശേഷം മാധ്യമങ്ങളിലൂടെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ സരിത S. നായർ CPM-നെയും PC ജോർജിനെയും പേരെടുത്തു പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.